തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തേഫാനോസ് കല്ലേറ് കൊണ്ടാണ് മരണപ്പെട്ടത്. ഓരോ ദിവസവും നമ്മളെ എറിയുന്നവരുണ്ട്. ചില കല്ലുകൾ കൊള്ളുകയില്ല, ചിലത് കൊള്ളും, ചിലത് വേദന എടുക്കും. ചിലർക്ക് തലവേദന ഉണ്ടാകും, തലയ്ക്കായിരിക്കും കൊള്ളുന്നത്, ചിലർക്ക് ഹൃദയത്തിനായിരിക്കും കൊള്ളുന്നത്. എന്തും ഏതും സ്റ്റോണിങ്ങാണ്. നമ്മളും അറിഞ്ഞോ അറിയാതെയോ വല്ലവരും കല്ലെറിയും. നമ്മളും എറിയുന്നുണ്ട്, സൗകര്യം തക്കം കിട്ടിയാൽ എറിയുന്നുണ്ട്. വല്ലവരും എറിഞ്ഞ് വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. എറിഞ്ഞ് വീഴ്ത്തുകയല്ലേ. എന്നാൽ ഈ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ പറ്റി അപ്പോസ്തലപ്രവൃത്തിയിൽ 7-ാം അധ്യായം 51 മുതൽ 60 വരെയുള്ള വാക്യങ്ങളിൽ സ്റ്റോണിങ്, ദ ഫസ്റ്റ് ഒഫീഷ്യൽ വിറ്റ്നസ് പുട്സ് ദ നേക്കഡ് വിക്ടിം ഓഫ് എ 9 feet scaffold 2.75 meter. അത് സെക്കൻഡ് ഒഫീഷ്യൽ വിറ്റ്നസ് dropped a large stone on his head or chest without securing the official approval of Pilate. പിലാത്തോസിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടാണോ യേശുക്രിസ്തുവിനെ ക്രൂശിൽ കൊന്നതെന്നും യേശുക്രിസ്തുവിൻ്റെ സ്തേഫാനോസിനെ കൊന്നതെന്നും അറിയില്ല. കാരണം അവരുടെ സ്വാധീനം അവരുടെ അല്ലേ. അപ്പോൾ പക്ഷേ ഈ സ്തേഫാനോസ് കണ്ടതുപോലെ യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കുമെന്ന യേശുവിൻ്റെ ദൈവപുത്രനായതുകൊണ്ടുള്ള ആ ധൈര്യം, ആദ്യത്തെ രക്തസാക്ഷി എന്നതിൽ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. സ്വർഗം തുറന്നിരിക്കുന്നു. യേശുക്രിസ്തു നിൽക്കുകയാണ്. സ്തേഫാനോസിൻ്റെ കല്ലേറ് കൊണ്ടപ്പോൾ യേശുക്രിസ്തു നിൽക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ത്രോണോസിൽ നിന്ന് താൻ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുകയാണ്. നീ ക്രിസ്തുവിന് വേണ്ടിയാണ് കല്ലേറ് കൊള്ളുന്നതെങ്കിൽ നിന്നെ യേശു എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കും. ഓർത്തോണം, ഒരു കല്ലേറും നിനക്ക് ഹാനികരവുമല്ല, ഒരു ഹാനികരവുമല്ല. ആ വലിയ ഒരു ശക്തി നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ദൈവിക വിശുദ്ധിയാണ്. ആ ദൈവിക വിശുദ്ധി എന്ന ആയുധം നമ്മൾക്കുണ്ടെങ്കിൽ ഇതിനെ ചേർത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കും. ആരെയും കല്ലെറിയരുത്, വിശുദ്ധിയിൽ ആരെയും കല്ലെറിയരുത്. ആരുടെയും കല്ലേറ് നിങ്ങൾ കേൾക്കുകയുമില്ല. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തേഫാനോസിൽ കണ്ട വിശ്വാസം ഞങ്ങളിൽ തരണമേ. ഏത് കല്ലേറിനെയും ചെറുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഒരു ചെറിയ കല്ലുകൊണ്ട് പോലും ആരെ എറിയാതിരിക്കാനുള്ള കൃപയും തരണമേ. ഈ വചനം കാണുന്ന കേൾക്കുന്നവരുടെ മേൽ ദൈവശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ രക്തസാക്ഷിയാവുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്ന ഒരു സ്വർഗം, യേശു കർത്താവ് എഴുന്നേറ്റ് നിന്ന് ഞങ്ങളെ സ്വീകരിക്കുന്ന ഒരു സ്വർഗമുള്ളത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ബഹുമാനമുള്ള MP-മാർ, MLA-മാർ, ലോകമെമ്പാടും ക്രൈസ്തവ സന്ദേശമെത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, സ്കൂളുകൾ, അധ്യാപകർ, കോളേജുകൾ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ചു കൊള്ളണമേ.
WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, ഓർഫനേജുകളിലും ജയിലുകളിലും കഴിയുന്ന എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ പ്രഹരത്താൽ അനുദിനം ജീവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വാധീനം ഉപയോഗിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ കേൾക്കുന്ന കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഈ ദൈവശക്തി കടന്നു വന്ന് ബലപ്പെടുത്തിക്കാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.